നിസാരം വളരെ നിസാരം. ആപ്പിള് ഒരാൾ കടിച്ച് വീങ്ങുക, പെരുമ്പാമ്പൊക്കെ വീങ്ങുന്ന പോലെ വീങ്ങിയെടുക്കുകയാണ് മുക്കത്തുകാരനായ നച്ചിയെ. കുറിഞ്ഞിക്കുളങ്ങര രണ്ടാം ആപ്പിള് കടിച്ചെടുത്ത് ഉയർത്തിയിരിക്കുന്നു, വീണ്ടും ബക്കറ്റിലേക്ക് വീണിരിക്കുന്നു. ഒന്നാം സ്ഥാനം ഏതാണ്ട് അത് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു മറ്റുള്ളവർക്ക്. ആപ്പിൾ കടിച്ചെടുത്ത് രണ്ടാമതും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണോ കഴിച്ചു നോക്കണട്ടോ, ഇവരെ വായ കൂടി നോക്കണിട്ട് ആരാ കഴിച്ചു തീരുന്നത്. ഇതാ ഒന്നാം സ്ഥാനം നജീബ്, രണ്ടാം സ്ഥാനം ഷബീർ അലി. ഷബീർ അലി മത്സരത്തിന്റെ മറ്റൊരു വേളയിലേക്ക് പോകുന്നു. മൂന്നാം സ്ഥാനത്തുള്ള പോരാട്ടം. വേറൊരു കാര്യമുണ്ട്, ഒരാൾ വെള്ളത്തിനുള്ളിൽ തന്നെ ആപ്പിൾ തിന്നാണ്, പുറത്തെടുക്കുന്നില്ല. ഈ മീനൊക്കെ തിന്ന പോലെ കണ്ടോ, ശ്രദ്ധിച്ചാൽ മാത്രമേ കാണാൻ പറ്റില്ല. അതാ പറഞ്ഞത്, വയസ്സ് കൂടുമ്പോ പല കുതന്ത്രങ്ങളുണ്ടാവും. ആപ്പിൾ കടിച്ചെടുത്ത് നിലത്ത് വീഴാതെ വായക്കകത്തേക്ക് വലിച്ചു ഊരിയിട്ട് ഇതാ ചാടിപ്പോയിരിക്കുന്നു. കമ്മറ്റിയറിയില്ല, വെള്ളത്തിൽ കടിച്ചെടുത്തിട്ടോളി എടിയല്ലേ. മൂന്നാം സ്ഥാനത്തിന് വേണ്ട പോരാട്ടം. നിലത്ത് വെച്ച് ആപ്പിൾ കടിച്ചെടുക്കുന്നു. അപ്പൊ പുതിയ നിയമം ഉണ്ടാക്കേണ്ടി വരും. നിലത്ത് വെച്ച് ആപ്പിൾ കടിച്ചെടുക്കുന്ന ആപ്പിൾ കടിച്ചെടുത്ത് ഏതാണ്ട് ഷമീറത പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്നാലും വിടുവിടില്ല, തോൽക്കില്ല, പരാജയപ്പെടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പേരിങ്ങൾ പറയണം. ഉറക്കെ പറയേ, പേര് പറയും. അസീസ് അലിയൻ. ഓക്കെ, പരാജയത എതിരാളി പിന്മാറിയിട്ടും പോരാട്ട വീര്യത്തിൽ പകുതി കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിജയിച്ചവരെ സ്വാഗതം ചെയ്യാം. നിഷ്പ്രയാസം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആപ്പിളോ ഇനി തേങ്ങയാണെങ്കിൽ തിന്നുന്ന പറഞ്ഞേ നജീബ് വല്ലാത്ത ജാതി. നജീബിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നജീബ് മുഖം, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ഷബീർ കൊടുവള്ളി. രണ്ടുപേരും കുറിഞ്ഞിക്കുളങ്ങര ഫാമിലിയിൽ നിന്നാണ്. മൂന്നാം സ്ഥാനവും കുറിഞ്ഞിക്കുള ഫാമിലിയിൽ നിന്നാണ്. ആർക്ക്? ഷബീർ പൂവാട്ടുപറമ്പ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 2-3 സ്ഥാനം കൊടുക്കണം. കാരണം പിന്നെ നിലത്ത് വീണിട്ട് അവിടുന്ന് നിന്ന് അതൊരു സമ്മാനം തന്നെയാണ്. അവിടുന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അസീസ് കാർക്ക് ഒരു 3-ാം സ്ഥാനം കൊടുക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. 3 ഷമീർ ആൻഡ് അസീസ്.